വാർത്തകൾ തുടർന്നു. വയനാട് മാനന്തവാടിയിൽ 4 വയസ്സുകാരിയെ കാണാതായ സംഭവം തട്ടിക്കൊണ്ടുപോകൽ തന്നെയെന്ന സ്ഥിരീകരണം. പ്രതി പടിഞ്ഞാറത്തറ സ്വദേശി ജിഹാസ് പിടിയിലായിരിക്കുകയാണ്. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് ജിഹാസിനെ പിടികൂടിയത്. കഴിഞ്ഞ ശനിയാഴ്ചയാണ് വീട്ടിൽ കളിച്ചുകൊണ്ടിരുന്ന 4 വയസ്സുകാരിയെ കാണാതായത്. 2 മണിക്കൂറിന് ശേഷം 7 കിലോമീറ്റർ അകലെ തരുവണയിൽ കുട്ടിയെ കണ്ടെത്തിയിരുന്നു. കുട്ടിയെ സ്കൂട്ടറിലിരുത്തി ഒരാൾ കൊണ്ടുപോകുന്ന CCTV ദൃശ്യങ്ങൾ കണ്ടെത്തിയിരുന്നു. നാട്ടുകാരും പോലീസും ചേർന്നാണ് തെരച്ചിലാണ് കുട്ടിയെ കണ്ടെത്തിയത്. വയനാട് മാനന്തവാടിയിൽ 4 വയസ്സുകാരിയെ കാണാതായ സംഭവത്തിൽ ഇപ്പോൾ തട്ടിക്കൊണ്ടുപോകലാണ് നടന്നിരിക്കുന്നത് എന്ന സ്ഥിരീകരണമാണ് വരുന്നത്. ഈ ഒരു സംഭവത്തിൽ പ്രതി പടിഞ്ഞാറത്തറ സ്വദേശി ജിഹാസ് പിടിയിലായിരിക്കുകയാണ്. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് ഇയാള് പിടികൂടിയിരിക്കുന്നത്. കഴിഞ്ഞ ശനിയാഴ്ചയാണ് ഈ ഒരു സംഭവം ഉണ്ടാകുന്നത്. വീട്ടിൽ കളിച്ചുകൊണ്ടിരുന്ന 4 വയസ്സുകാരിയാണ് കാണാതായത്. അതിനുശേഷം 2 മണിക്കൂറിന് ശേഷമാണ് 7 കിലോമീറ്റർ അകലെ തരുവണയിൽ കുട്ടിയെ കണ്ടെത്തിയത്. കുട്ടിയെ സ്കൂട്ടറിലിരുത്തി ഒരാൾ കൊണ്ടുപോകുന്നതിൻ്റെ CCTV ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിരുന്നു. നാട്ടുകാരും പോലീസും ചേർന്നാണ് തെരച്ചിൽ നടത്തിയത്. ഈ തെരച്ചിലാണ് കുട്ടിയെ പിന്നീട് കണ്ടെത്തിയത്. 2 മണിക്കൂറിന് ശേഷമാണ് കുട്ടിയെ കണ്ടെത്തിയത്. അതും 7 കിലോമീറ്റർ അകലെ തരുവണയിൽ നിന്നാണ് കുട്ടിയെ കണ്ടെത്തിയത്. ഈ ഒരു സംഭവത്തിൽ കുട്ടിയെ സ്കൂട്ടറിലിരുത്തി ഒരാൾ കൊണ്ടുപോകുന്നത് അടക്കം CCTV ദൃശ്യങ്ങളിൽ പതിഞ്ഞിരുന്നു. അതിനുശേഷം നാട്ടുകാരും പോലീസും ചേർന്ന് നടത്തിയ തെരച്ചിലാണ് കുട്ടിയെ കണ്ടെത്തിയത്. ഏതായാലും ഈ ഒരു സംഭവത്തിൽ മാനന്തവാടിയിൽ 4 വയസ്സുകാരിയെ കാണാതായ സംഭവത്തിലാണ് തട്ടിക്കൊണ്ടുപോകലാണ് നടന്നിരിക്കുന്നത് എന്നൊരു സ്ഥിരീകരണം വരുന്നത്. ഈ ഒരു സംഭവത്തിൽ ഇപ്പോൾ പ്രതിയായ പടിഞ്ഞാറത്തറ സ്വദേശി ജിഹാസിനെ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും പോലീസ് പിടികൂടിയിരിക്കുകയാണ്.